പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നു എമ്പുരാനിൽ എബ്രഹാം ഖുറേഷിയെക്കുറിച്ചും നർക്കോട്ടിക്സിനെ കുറിച്ചുമൊക്കെ ശ്രീലേഖ IPS പറഞ്ഞ കാര്യത്തെക്കുറിച്ച്. സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എമ്പുരാനിൽ എബ്രഹാം ഖുറേഷി നർക്കോട്ടിക്സിനെതിരാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇയാളെ കാണണമെന്നാവശ്യപ്പെട്ട് ഗോവർദ്ധൻ വരുമ്പോൾ റാവുത്തറിന്റെ ആൾക്കാർ ഗോവർദ്ധനെ മയക്കുമരുന്ന് കുത്തിവെച്ച് മയക്കി കിടത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്ത് പ്രഹസനമാണിത്? ചോദ്യം ശ്രീലേഖയിൽ നിന്നുമാണ്. ശ്രീലേഖ IPS. ലൂസിഫറിൽ മയിൽവാഹനം എന്ന കമ്മീഷണറെ മോശമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു കമ്മീഷണറെ കൊന്നിട്ട് അയാൾ ജയിലിലായില്ലേ? അയാൾ ഇപ്പോഴും പുറത്തിങ്ങനെ കറങ്ങി നടക്കുകയാണോ? അതിന് കേസൊന്നുമില്ലേ എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സയ്യിദ് മസൂദിനെ എന്തിനാണ് എബ്രഹാം ഖുറേഷി രക്ഷപ്പെടുത്തുന്നത്? അവനെ രക്ഷിച്ച് വിദ്യാഭ്യാസം നൽകി ഭാരതീയ പൗരനായിട്ട് വളർത്തിയെടുത്ത് ദേശസേവനം ചെയ്യാൻ വേണ്ടിയാണോ? അല്ല, അയാളുടെ ഗ്യാങ്ങിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ്. അയാളുടെ കള്ളക്കടത്ത് സംഘത്തിലേക്ക് അയാൾക്ക് ഇതുപോലത്തെ ആളുകളെ വേണം. പിന്നീട് സയ്യിദ് മസൂദും ഇതുപോലുള്ള കുട്ടികളെ രക്ഷിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയും അതിനകത്ത് ഉൾപ്പെടുത്തുന്നു. എന്തൊരു അക്രമമാണിത്? ചോദ്യം ശ്രീലേഖ IPSൻ്റെതാണ്. മാഡം പറഞ്ഞ എല്ലാ കാര്യങ്ങളും വാലിഡ് പോയിന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്രമസമാധാന പരിപാലനത്തിനായി കുറച്ച് രഹസ്യ വിവരങ്ങൾ നൽകാമെന്ന് വീണ്ടും ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. അത് ഇങ്ങനെയാണ്: തൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ 2 ചെക്കന്മാരെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ പോലീസ് സ്റ്റേഷനിൽ നിന്നും റാഞ്ചിയെടുത്ത് കെട്ടിത്തൂക്കി ദേഹത്ത് ബോംബ് വെച്ച് പൊട്ടിച്ചിതറിച്ച് കളഞ്ഞ് ദേഷ്യം തീർത്ത മംഗലത്ത് ഗിരി എന്ന ഗുണ്ട ഇപ്പോഴും സ്വതന്ത്രനായി തൃശ്ശൂർ ടൗണിൽ തന്നെ ഉണ്ട് മാഡം. ഇതായിരുന്നു ആദ്യത്തെ മറുപടി. അനിയനെ ആക്രമിച്ചവരോടുള്ള പക തീർക്കാനായി അങ്ങ് ഇറ്റലിയിൽ നിന്ന് നാട്ടിലെത്തി പോലീസ് സ്റ്റേഷനിൽ കയറി SA അടക്കം തല്ലുകയും ഒരു ലോഡ് ആളുകളെ വെടിവെച്ചു കൊല്ലുകയും സൈറസ് എന്ന ആളുടെ തല വെട്ടിയെടുക്കുകയും ചെയ്ത മാർക്കോ എന്നൊരുത്തൻ ഇപ്പോഴും നാട്ടിൽ തന്നെയുണ്ട് മാഡം. അവനെ പോലുള്ളവർ അകത്തായാലേ ജനങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങുവാനാകൂ. ഇതായിരുന്നു രണ്ടാമത്തെ ഫേസ്ബുക്ക് ഉപഭോക്താവിന്റെ മറുപടി. കുറ്റം ചെയ്ത പ്രതികളെ കോടതിയിൽ നിന്നും വാദിച്ച് ജയിച്ച് ഇറക്കിക്കൊണ്ടുവന്ന ശേഷം രഹസ്യമായി ആരുമറിയാതെ കൊലപ്പെടുത്തുന്ന വക്കീൽ ജോലി ചെയ്യുന്ന ലാൽകൃഷ്ണ വിരാടിയാർ എന്നൊരു കൊടും ക്രിമിനൽ ഇപ്പോഴും ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മാഡം. അദ്ദേഹത്തെ പിടിക്കണ്ടേ? ചെന്നൈയിൽ പോയി വെട്രിവേൽ എന്നൊരു തമിഴിനെ പീസാക്കിയ ശേഷം ആരുമറിയാതെ നൈസായി ആ രാത്രിക്ക് രാത്രി തിരിച്ച് ഇടുക്കിയിലെത്തി അമ്മച്ചിയുടെ കൂടെ പാലപ്പവും ഇറച്ചിയും കഴിച്ചിരിക്കുന്ന ജോസേട്ടായി പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ അപമാനമാണ് മാഡം. അയാളെ കൂടെ കൺസിഡർ ചെയ്യണ്ടേ? പിന്നെ മേഡത്തിന് ഒരു കാര്യം അറിയാമോ? പഴയ പുലിമുട്ടിൽ അലക്സി എന്നൊരു ക്രിമിനലിനെ കൊന്ന് ജയിലിൽ പോയ ഉത്തമനെ ഓർമ്മയുണ്ടോ? ശരിക്കും പോലീസ് ഓഫീസർ ജയരാജായിരുന്നു അലക്സിയെ കൊന്നത്. ആ കുറ്റം ഉത്തമൻ ഏൽക്കുകയായിരുന്നു. ഇങ്ങനെയും ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം മാഡം. കൊച്ചിയിൽ ട്രിവാൻഡ്രം ലോഡ്ജ് എന്നൊരു ഇടത്താവളമുണ്ട് മാഡം. അവിടെ കോര എന്നൊരു താടിക്കാരനുണ്ട്. അവൻ 999 സ്ത്രീകളുമായി ബന്ധപ്പെട്ടിരുന്നത്രേ. അവന് 1000ാമത്തെ സ്ത്രീ യൂണിഫോം ഇട്ട ഒരു പോലീസ് ഓഫീസർ വേണമെന്ന് പറഞ്ഞത് കേട്ടു. അതുകൊണ്ട് നാട്ടിലെ വനിതാ കോൺസ്റ്റബിളിനെയൊക്കെ ആ വഴി പോകുവാൻ തന്നെ ഭയമാണെന്ന് പറഞ്ഞാൽ മാഡം അംഗീകരിക്കുമോ? മാഡം, വിഖ്യാതമായ വരുൺ പ്രഭാകർ കൊലക്കേസിൽ യഥാർത്ഥ പ്രതി ജോർജ് കുട്ടി തന്നെയാണ്. ജോർജ് കുട്ടിയും മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി രാജനും തമ്മിലുള്ള ഒത്തുകളിയാണ് ആ കേസ് തെളിയാത്തതിന് കാരണം. രാജനെ ഒന്ന് വിശദമായി ചോദ്യം ചെയ്താൽ സംഭവം തെളിയും. ജോർജ് കുട്ടി എന്ന ക്ലാസിക് ക്രിമിനലിനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യണം മാഡം. ഈ വക ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഒരു മോഹൻലാൽ ഫാൻകാരൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇവിടെ വായിച്ചു നിർത്തുന്നു. ഇത് വളരെ രസകരമായ ഒരു കാര്യവും ഒരു അഭിപ്രായത്തിനുള്ള തിരികെയുള്ള മറുപടിയുമായി മാത്രം കണക്കാക്കണം. ഫേസ്ബുക്കിൽ പറഞ്ഞ ഒരു കാര്യം വളരെ സ്വാഭാവികതയിൽ തന്നെ വായിച്ചു പോകണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് നേഷൻ ന്യൂസ് ഇത് വായിച്ചത്. ആരെയും വേദനിപ്പിക്കാനോ ദുഃഖപ്പെടുത്താനോ അല്ലെങ്കിൽ ഇതൊരു ക്രിട്ടിക് കമന്റ് ആയിട്ടോ ആരും കാണരുത്. സാധാരണ രീതിയിൽ ഇതൊരു സ്വാഭാവിക വിശദീകരണത്തിന് ക്രിയാത്മകമായ മറുപടി നൽകി എന്ന് മാത്രം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെ നോക്കിക്കാണണം എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഉപഭോക്താവിൻ്റെ ഒരു മറുപടിയാണ്. ശ്രദ്ധയിൽപ്പെട്ടത് വളരെ രസകരമായതുകൊണ്ട് ഇതൊരു വീഡിയോ ആയി ചെയ്തു എന്ന് മാത്രം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.